ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ അങ്ങ് തറ തുടയ്ക്കാമെന്ന് വെച്ചു. ലുക്ക കിടക്കുന്നതല്ലേ, അപ്പോൾ എല്ലാം രാവിലെ തറയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി അടുക്കളയിൽ കയറണം. ശരി, കപ്പ കൊണ്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടിയിലേക്ക് പ്രവേശിക്കണം. കണ്ടോ, തൂത്ത് വൃത്തിയാക്കി നല്ല മിന്നി തിളങ്ങുന്നുണ്ടോ? ഇടയില്ലെങ്കിലും ഒപ്പിക്കുവാണ് തൂത്തുവാരി. എന്താ ഇന്നലെയോ കപ്പ ഇരുന്ന് കൊത്തുക. ഇന്ന് കപ്പ വയ്ക്കാനാ. ഉച്ചയ്ക്ക് ശേഷം ബിരിയാണിയും വയ്ക്കും. ഞായറാഴ്ചയല്ലേ, പിള്ളേരെല്ലാം ഉണ്ട്. അപ്പം ഇച്ചിരി ബിരിയാണി ചോറും വെക്കും, ഇച്ചിരി കപ്പയും വേവിക്കും. കപ്പയും വേവിക്കാൻ പോകും. കപ്പയ്ക്ക് കറി ചിക്കൻ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ മീനാണോ എന്നറിയത്തില്ല, അതോ ഇനി പോത്ത് കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാവേ. എന്നിട്ട് ലൂക്കാച്ചിനെയും കാണിക്കാം. ലൂക്കാച്ചിനെ ഇപ്പോൾ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചാടി എണീക്കും. അതുകൊണ്ട് വിളിക്കുന്നില്ല, കിടന്ന് ഉറങ്ങിക്കോട്ടെ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് കൂട്ടാൻ വെച്ചതും ലൂക്കാച്ചന് എണ്ണീറ്റ് കളിക്കുന്നതും എല്ലാം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ തണുപ്പില്ലായിരുന്നു, ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, പബ്ബിൽ. ഞാൻ കയറിയില്ല കേട്ടോ, എനിക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞേ. അമ്മ കയറിയിട്ടൊന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് തറകറക്കും, അതിനകത്ത് ഈ ലൈറ്റെല്ലാം മിന്നി ആദ്യമായിട്ട് കണ്ടൊരു കാഴ്ച. അയ്യോ, എൻ്റെ ജീവൻ പോയി. നമ്മുടെ നാട്ടിലെ മലയാളി പെൺപിള്ളേരെല്ലാം ഉണ്ട് അവിടെ. പെൺപിള്ളേർക്കെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത്. അയ്യോ, കാണേണ്ട ഒരു കാഴ്ചയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് കയറിയില്ല. ഞാൻ അതിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് കുറേ വീഡിയോ എടുത്തു. അത് ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇടാവേ, കണ്ടോണേ. പക്ഷേ ഞാൻ അകത്ത് കയറിയില്ല. നമ്മുടെ മലയാളി പെൺപിള്ളേരെല്ലാം ഉണ്ട്. ഭയങ്കര സംഭവമാണേ. പെൺപിള്ളേർക്ക് ഫ്രീ ആണ്. ഇപ്പോൾ പെൺപിള്ളേർ കയറുന്ന കൂട്ടത്തിൽ ആ കൊച്ചുങ്ങളും കയറിക്കൊള്ളുമല്ലോ. അതാണ്ട് ഇപ്പന്മാരുടെ ട്രിക്കാണ് ഇവിടുത്തെ. അവന്മാർക്ക് അതിനകത്ത് കയറുന്നതിനും ബീറോ എന്തൊക്കെയോ ഉണ്ട്, എല്ലാം കഴിക്കുന്നതിനൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു വല്ലാത്തൊരു നാടാണ്. കാട്ട് കഴിഞ്ഞപ്പം അത് എത്ര മണിക്ക് നല്ല രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഞങ്ങൾ വീട്ടിൽ വന്ന് 1 മണിയായപ്പോൾ എന്നെയും പുള്ളിക്കാരനെയും കൊണ്ടുപോയതാണ് ഇവിടുത്തെ മക്കൾ കാണിക്കാനെന്ന് പറഞ്ഞു. ശവന്മാരും കയറിയില്ല കേട്ടോ. കയറി കാണുന്നതിന് മുമ്പൊക്കെ നമ്മളുള്ളൂടെ കയറിയില്ല. നമ്മളെ കാഴ്ചകളൊക്കെ കാണിച്ചിങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എന്താ ചെയ്തത്, ഞാൻ ലൂക്കാസിനെ ഇവിടെ ഏൽപ്പിച്ചില്ല. ഇവിടെ പിള്ളേരെ സെറ്റുണ്ടായിരുന്നു, വരുന്നില്ലാത്ത പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാലും അവൻ എന്നെ കാണാതിരിക്കുമ്പോൾ സങ്കടമാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നു. ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ ലൂക്കാച്ചിനോട് ഇന്ന് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ലൂക്കാച്ചിനെ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ലൂക്കാച്ചിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പോകണം, ഞായറാഴ്ച. അപ്പോൾ എല്ലാ പണിയെല്ലാം തീർത്ത് വെച്ചിട്ട് ലൂക്കാച്ചിനെ കൊണ്ട് പോകണം. അപ്പോൾ ഞാൻ എന്നിട്ട് വീഡിയോ ഇടാവേ. ഓക്കെ. കൊച്ചിനെ കാണിക്കാൻ മോൻ്റെ ലൂക്കാടെ ചട്ടിയായത് കേട്ടോ. അതിനെടുത്തോണ്ട് വന്നാണ് കുഞ്ഞിനെ കാണിക്കാനേ. ഇങ്ങോട്ട് വാ ലൂക്കാച്ച. ചട്ടി കാണിച്ചു ലൂക്കാച്ച. ചട്ടി തരാൻ പറഞ്ഞു. താ പറഞ്ഞു. ലൂക്കായേ ഐ ലവ് യു പറഞ്ഞു. ലൂക്കായി അല്ല ഐ ലവ് യു പറഞ്ഞു. അല്ല ഐ ലവ് യു പറഞ്ഞു. പറഞ്ഞു ലൂക്കായേ അമൽ ലൂക്കായേ. അമ്മ ലൂക്കായേ. അയ്യോ അമ്മ ലൂക്കായേ. ഇത് അമ്മ ലൂക്കായേ. ആ ലൂക്കായേ കുഞ്ഞിന് വയ്യ. ആ കണ്ടോടാ. എടാ, ഞാൻ ആ കുഞ്ഞിനെ എടുത്തേനാണോ നീ പിണങ്ങിപ്പോയേ ലൂക്ക? നീ പിണങ്ങിപ്പോയെന്തിനാ ലൂക്ക? അയ്യോ, ഞാൻ കുഞ്ഞാവ എടുക്കത്തില്ലേ. ഇനി പോരെ, നമ്മളെ പൊന്നിങ്ങി പോലെ. അമ്മയുടെ പൊന്നല്ലേ. ഇനി ബാ, കുഞ്ഞാവ എടുക്കത്തില്ല. ബാ ചട്ടി എടുത്തിട്ട് വാ. കുഞ്ഞാവ എടുക്കത്തില്ല, ചട്ടി എടുത്തിട്ട് വാ. ആ ബാ, ചട്ടി എടുത്തിട്ട് വാ കേട്ടോ. അമ്മ കുഞ്ഞാവ എടുക്കത്തില്ലേ. ഓ കുഞ്ഞാവ എടുക്കുന്നോടത്തെ ചട്ടി. അങ്ങനെ ബിരിയാണി ചോറ് വെച്ചു. ശകലേ വെച്ചിട്ടു, പിള്ളേർക്ക് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. ശകല ഇച്ചിരി ചിക്കൻ കറിയും വെച്ചു. അപ്പോഴത്തേനും ലൂക്കാച്ചൻ പോയി കിടന്ന് ഉറക്കമായി. തണുപ്പാവും പോയി കിടന്ന് ഉച്ചയൊക്കെ ആയി. അപ്പോഴത്തേനും അവൻ പോയി കിടന്ന് ഉറങ്ങി. ഇപ്പം ഇച്ചിരി കപ്പ വേവിച്ചത് കാണിക്കാവേ. കപ്പ വേവിച്ച് ഞാൻ വെച്ചു, നേരത്തെ വെച്ചു. ഈ ബിരിയാണി ഇഷ്ടമല്ല. ഞാൻ ചില രസം വെച്ചിട്ടുണ്ട്. ഉണക്കമീനും ഉണ്ട്, രസമുണ്ട്. എനിക്ക് ചോറുണ്ടാൻ. ലൂക്കച്ച് സുഖമായിട്ട് കിടക്കുക കേട്ടോ. എന്നാ ഇന്ന് തണുപ്പ് കൂടുതലാണ് കൂട്ടാ. ആണോ? അമ്മയ്ക്ക് ഇച്ചിരി പണിയുണ്ട്. അമ്മ പണി കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓ
ചുണ്ടി അമ്മേൻ്റെ മുറ്റിനല്ലേ അമ്മേൻ്റെ വാങ്ങിച്ചു വന്നേ, എന്നിട്ട് എൻ്റെ മുത്തെന്തിനാ നിലത്ത് കിടക്കുന്നത്? ഓ അമ്മ പോ അമ്മേന്നാ, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നാ. ഒങ്ങിക്കോ 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 അമ്മ ഒന്ന് പോ അമ്മേ, ഞാനൊന്ന് കിടക്കട്ടെന്നാ അല്ലേ? വക്കണ്ടാക്കട്ടെടാ, ഞാൻ നിന്നെ വക്കണ്ടാക്കട്ടെടാ, വക്കണ്ടാക്കട്ടെടാ. അമ്മട്ട് പോന്നു ഒങ്ങിക്കോ കേട്ടോ, ഒങ്ങിക്കോ. ഈ തറയല്ലേ വന്ന് കിടക്കത്തുള്ളൂ തണുപ്പ് കൊള്ളാനായിട്ടാണ്. അമ്മ പൊന്നു, അമ്മ കർട്ടൻ അടച്ചേക്കാം കേട്ടോ, എൻ്റെ പൊന്നു വെയിൽ കൊള്ളാൻ. ഇനിയും കടിച്ച് തിന്നിട്ടേടാ. കുട്ടമാക്കരയുടെ കിടപ്പ് കണ്ടിരിക്കാൻ കൊതി വരുന്നു. അപ്പോൾ അവനവിടെ കിടക്കട്ടെ. ഞാൻ കപ്പ വേവിച്ച് വെച്ചു, ആ സമയം കൊണ്ട് കപ്പ വേവിച്ചു. ഉണ്ടോ, കപ്പ വേവിച്ചു, നല്ല കുഴച്ച് കപ്പ വേവിച്ചു. നങ്ക് വറുത്തു. പിന്നെ ഞാൻ ചില രസം വെച്ചു. ഞാൻ ചോറ് വെച്ചു കേട്ടോ, എനിക്ക് പറ്റുകയില്ല ബിരിയാണി. അപ്പം ചോറ് വെച്ചു, നങ്കും വറുത്തു. അതും കൂട്ടി കഴിക്കണം അവന്. ഇതാണ് ബാംഗ്ലൂരിലെ കോർമംഗളയിലെ പബ്ബ്. കണ്ടോ, അതിന് മണ്ടയ്ക്ക് മിന്നിത്തിളങ്ങുന്നുണ്ടോ? ആ മിന്നിത്തിളങ്ങുന്നിടത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനൊക്കെ വല്ല ഇങ്ങനെ അങ്ങോട്ടുണ്ട് കേട്ടോ, കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയെടുത്തുനിന്ന് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങ് കിലോമീറ്ററുകളൊക്കെ ദൂരെ അങ്ങ് കിടക്കുക ഇങ്ങനെ ഓരോരോ പബ്ബുകൾ. ഞാൻ പമ്പെന്ന് എന്നോട് പറഞ്ഞ് പമ്പല്ലമ്മേ പബ്ബാന്ന്. ഇത് തന്നെ മണ്ടയ്ക്ക് ആ മിന്നിത്തിളങ്ങുന്ന അവിടെ ആ സംഭവം ഉണ്ടോ? ആ മിന്നിത്തിളങ്ങടുത്ത് എന്താ ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. ഓരോ ആൾക്കാരിങ്ങനെ വഴിയിൽ നിന്ന് നമ്മളെ ആൺകുട്ടികളാണ് ഇങ്ങനെ പിടിക്കാനുണ്ട്. കയറി വരുന്നോ എന്ന് ചോദിച്ച് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ ഞങ്ങളെ വിളിച്ചു, ഞാൻ പോയില്ല കേട്ടോ. ഞാനും പുള്ളിക്കാരനും പോയില്ല, പിള്ളേരും കയറിയില്ല ഞങ്ങളുടെ കൂടെ. കണ്ടോ, ഇങ്ങനെ അങ്ങ് ദൂരെ അങ്ങ് ഉണ്ട് കണ്ടോ, കിടക്കുക കിലോമീറ്ററുകളൊക്കെ. മാരണം കൺവെൻഷൻ പോലെ അങ്ങ് കിലോമീറ്ററുകളൊക്കെ.